ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ ചൊന്നാനനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ. വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനയും ചെന്നു കണ്ട് ഏകാന്തമായറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാംഗനായി. ബാലനോടും കൂടെ വാഴുന്നതു കണ്ടു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി. നിന്നു മധുരമമ്മാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും. സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും. പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകന്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയൊടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മദീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും
തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിടടോ രാമകീർത്തനം സൗഖ്യദം, മാനവനാഥനു വാനരന്മാരോടു കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ, ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക, വന്നു പോം ദുഃഖവിനാശം തപോനിധേ. എന്നു പറഞ്ഞറിയിച്ചാനഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം, പൂജ്യനാം നാഥനെഴുന്നള്ളും നേരത്ത് രാജ്യമലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടു മധ്യാസ്ഥയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം, പാദ്യാദികളുമൊരുക്കണമേവരും. രാജദാരങ്ങളമാത്യ ജനങ്ങളും വാജീഗജരഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീ ജനത്തോടുമലങ്കരിച്ചാരൂഢമോദം വരേണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമൗവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട് 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകം മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതോ നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാഴ്ച മഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോടു
ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യസമന്യുതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം ഘനമഭ്രദേശത്തോളമുൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജീരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്ര സംസ്ഥിതനാം ജഗത്കാരണഭൂതനെ കണ്ടു ഭരതനും. മേരുമഹാഗിരിമൂർധനീ ശോഭയ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിത്പുരുഷാജ്ഞയാ താണിതു മെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസിന്നി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാനാശു സൗമിത്രിയെ. ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനങ്കദൻ ജാംബവാൻ നീലനുമുഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും. താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും. ശൂരൻ വിനതൻ വികടൻ ദധിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ. സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദരൻ കേസരി. മറ്റുമേവം കപിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിതു. മാരുതിവാചാ ഭരതകുമാരനും. പൂരുഷവേഷം ധരിച്ചാർ കപികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോടു പുണർന്നഥ ഗദ്ഗദവാചാ പറഞ്ഞു ഭരതനും. നൂനം ഭവത്സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. നാലു സുതന്മാർ ദശരഥ ഭൂപനിക്കാലമഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ തൻ പദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപാദത്തെയും കാകുസ്ഥനാശു സുമിത്രപാദാബ്ജവും.
വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരുമണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൾ, ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതീടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതൻ ചിത്തമഴിഞ്ഞു തത്പാദുകാദ്വന്ദ്വവും. ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജനാമിങ്കൽ സമർപ്പിച്ചിരാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു, ധന്യനായേ നടിയലിന്നു നിർണയം. ഇന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു, മത്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാനിന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ത ഭവാനിനി മറ്റേതുമാലംബനമില്ല കാരുണ്യവാരിധേ. ഹനുമത് ഭരത സംവാദം. ഭരദ്വാജ മഹർഷിയുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കാം എന്ന് തീരുമാനിച്ചെങ്കിലും ഭഗവാന്റെ മനസ്സ് മുഴുവൻ ഭരതനെ കുറിച്ചുള്ള ആധിയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഭരതനോട് ഞങ്ങളിവിടെ അടുത്തെത്തിയിട്ടുണ്ട് എന്നറിയിക്കണം. അതിനാൽ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചഥ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ചൊന്നാൻ അനിലാത്മജനോട് ഹനുമാനോട് രാഘവൻ. ചെന്ന് അയോധ്യാപുരം പ്രാപിച്ച് സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞ് നീ വന്നിടുക. എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം. നീ എല്ലാ കാര്യങ്ങളും പറയണം. ഞങ്ങളിവിടെ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് പറയണം. ഇനി പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചീടവസ്ഥകൾ അവനോട് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും പറയണം. അങ്ങനെ മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്ന് നന്ദിഗ്രാമം ഉൾപ്പൊക്കു. നന്ദിഗ്രാമത്തിലെത്തി ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ച് പൂജിച്ച് അനാരതം എല്ലായ്പ്പോഴും ഭഗവാന്റെ പാതുകവും വെച്ച് പൂജിക്കുന്ന ചേതസാ രാമനെ ധ്യാനിച്ച് ശുദ്ധനായി മനസ്സുകൊണ്ട് എല്ലായ്പ്പോഴും ഭഗവാനെ ധ്യാനിക്കുന്നതിനാൽ ശുദ്ധനായിട്ട് ശുദ്ധഹൃദയനായിട്ട് സോദരനോടും ശത്രുഘ്നനോടും അമാത്യജനത്തോടും ഏതാനും മന്ത്രിമാരോടും ആദരപൂർവം ജടാവത്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കായികനികൾ മാത്രം ഭക്ഷിച്ച് കൃശാങ്കനായി അതുകൊണ്ട് തന്നെ മെലിഞ്ഞ ശരീരത്തോടുകൂടി ബാലനോടും കൂടെ അനുജനായ ശത്രുഘ്നനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. എന്നിട്ട് മാരുതി സ്വയം ചിന്തിക്കുകയാണ്, ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ, ഇങ്ങനെ ഒരു ഭക്തൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവുകയില്ല എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരമമ്മാർ ചൊല്ലിയിടിനാൻ. ഭരതനോട് ഹനുമാൻ പറയുകയാണ്, അഗ്രജൻ തന്നെ ജ്യേഷ്ഠനായ രാമൻ തന്നെ മുഹൂർത്തമാത്രേണ ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്നഗ്രേ നിന്റെ മുന്നിൽ നിരാമയം ഇവിടെ നിന്ന് പോയ അതേപോലെ ഒരു ദുഃഖവുമില്ലാതെ കാണാം ഗുണനിധേ. അല്ലയോ ഭരത,
സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും കവികളോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും ഒപ്പം കുറെ രാക്ഷസന്മാരും വന്നിട്ടുണ്ട്. പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. ഇതാ ഇപ്പോൾ വരും ശ്രീരാമചന്ദ്രൻ. രാവണനെ കൊന്ന് ദേവിയെയും വീണ്ട് ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മനസ്സെ ശോകവും തീർന്ന് വസിക്കാം ഇനി ചിരം. ഇനി അങ്ങോട്ട് ശ്രീരാമചന്ദ്രനെ കണ്ടുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം. യുദ്ധമാകർണ്യ ഇത് കേട്ടതും ഭരതകുമാരനും ബദ്ധസമ്മോദം സന്തോഷാധിക്യത്താൽ വിമൂർച്ഛിതനായി വീണു, മോഹാലസ്യപ്പെട്ടു വീണു. സത്വരം ആശ്വസ്തനായ നേരം, അപ്പോൾ തന്നെ എല്ലാവരാലും ആശ്വസിപ്പിക്കപ്പെട്ടപ്പോൾ പുനരുത്ഥായ പിന്നീട് എഴുന്നേറ്റിട്ട് ഗാഠമായ ആലിംഗനം ചെയ്തു, ഹനുമാനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിതു. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടൊഴുകുന്ന തന്റെ കണ്ണുനീരുകൊണ്ട് ഹനുമാനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെ കുറിച്ച് ഇത്ര കൃപയോടും എന്നോട് ഇത്രയും കൃപ കാണിക്കാൻ എനിക്ക് അത്രയും സന്തോഷം തരുന്ന വാക്കുകൾ എന്നോട് പറഞ്ഞ അങ്ങ് ആരാണ്? ഇഷ്ടവാക്യം ചൊന്നതിന് അനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ഞാൻ എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് തരാം. എനിക്ക് അത്രയും സന്തോഷമുള്ള വാക്ക് അങ്ങ് പറഞ്ഞിരിക്കുന്നു. ശോകം മതീയം കളഞ്ഞ ഭവാന് ഞാൻ ലോകം മഹാമേരുസാഗം തരികിലും, ഞാൻ ഈ ലോകത്തെ മഹാമേരുവോടുകൂടെ അങ്ങേക്ക് തന്നാൽ പോലും തുല്യമായി വന്നുകൂടാ. അതൊന്നും എന്റെ ഈ സന്തോഷത്തിന് പകരമാകില്ല. പുനരെങ്കിലും എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. എന്റെ ജ്യേഷ്ഠൻ രാമനെ കുറിച്ചുള്ള വാർത്തകൾ പറയൂ, എനിക്ക് കേൾക്കാൻ ധൃതിയായി. എല്ലാം പറയൂ. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ? മനുഷ്യനായ ഭഗവാന് വാനരന്മാരോട് എങ്ങനെയാണ് ഈ ഒരു സംഗമമുണ്ടായത്? വൈദേഹിയെ കട്ടുകൊണ്ടവാർ എങ്ങനെ യാതുധാനാധിപനായ രാവണൻ എങ്ങനെയാണ് ജ്യേഷ്ഠതിയെ കട്ടുകൊണ്ടുപോയത്? ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളാ ചിത്രകൂടാചലത്തിങ്കൽ നിന്നാധി കലർന്ന് പിരിഞ്ഞ നാൾ, അന്ന് നിങ്ങൾ ചിത്രകൂടാചലത്തിൽ വെച്ചാണ് പിരിഞ്ഞത്. അതിനുശേഷം ആദിയായി ഇന്നോളമുള്ളൊരവസ്ഥകൾ, അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട്. ഞാൻ വളരെ വിശദമായി പറഞ്ഞു തരാം, ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിയിടുക. വന്നുപോം ദുഃഖവിനാശം തപോനിധേ. ഇവിടെ തപോനിധേ എന്ന് വിളിക്കാൻ കാരണം ഇപ്പോഴും ആ ഒരു തപസ് തന്നെയാണ്. ഭരതൻ ചെയ്തത് ഒരു തപസ് തന്നെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്ന് പറഞ്ഞ് അറിയിച്ചാൻ അഖിലവും, എല്ലാ വിശേഷങ്ങളും അറിയിച്ചു. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം, അത്രയും പവിത്രമായ ആ ചരിതം മുഴുവൻ പറഞ്ഞു. ശത്രുഘ്ന മിത്രഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രം എന്നോർത്തുകൊണ്ടിടിനാർ. അവരിതെല്ലാം കേട്ടിട്ട് അദ്ഭുതം അദ്ഭുതം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി അയോധ്യയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം സന്തോഷം കൊണ്ട് ഉന്മാദ അവസ്ഥയിലെത്തിയ ഭരതൻ ശത്രുഘ്നന് നിർദ്ദേശം കൊടുക്കുകയാണ്. പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലായിടവും. അയോധ്യയിൽ ഇനി ഉത്സവത്തിന്റെ ദിവസങ്ങളാണ്, അലങ്കരിക്കണം എല്ലായിടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയും ഉണ്ടാക്കണം. നാടെങ്ങും ദീപാവലിയാവട്ടെ, എല്ലാവരും ദീപം കത്തിച്ച് നമ്മുടെ ജ്യേഷ്ഠനെ ആദരിക്കട്ടെ, ആദരവോടുകൂടെ സ്വീകരിക്കട്ടെ. സൂത വൈതാളിക വന്ദി സ്തുതിപാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. സ്തുതിപാഠകന്മാരെല്ലാവരും വരട്ടെ. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികളും ഒരുക്കണമേവരും. പാദ്യം കാൽ കഴുകിക്കാനുള്ള വെള്ളം. രാജദാരങ്ങൾ അമാത്യ ജനങ്ങളും രാജാവിന്റെ ഭാര്യമാരും മറ്റ് മന്ത്രിമാരും വാജി ഗജ രഥ പങ്ക്തി സൈന്യങ്ങളും ചതുരംഗസേനയും
വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം. താലപ്പൊലി എന്തിക്കൊണ്ട് സുന്ദരികളായ സ്ത്രീകൾ വരേണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ. കൊടികളുടെ മുകളിൽ അലങ്കാരമായിട്ട് കൊടിക്കൂറകൾ ചേർക്കുക. എന്നിട്ട് മാർഗമടിച്ച് തളിപ്പിക്കുകയും വേണം. മാർഗം എന്നാൽ വഴി, വഴിനീളെ അത് കൊടികൾ നാട്ടുകയും വേണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. അയോധ്യ മുഴുവൻ അലങ്കാര ദീപങ്ങളാൽ അങ്ങനെ അലങ്കരിക്കണം. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. അടുത്ത നാട്ടുരാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ വരണം, താപസന്മാർ, അതുപോലെ ബ്രാഹ്മണന്മാർ എല്ലാവരും വരണം. പൗരജനങ്ങൾ ആബാലവൃദ്ധാവധി. അയോധ്യയിലുള്ള മുഴുവൻ ജനങ്ങളും വരണം. ശ്രീരാമനെ കാൺമതിന് അവരെ വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമമ്മാർ അങ്ങ് അലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. വാരണേന്ദ്രന്മാർ ഒരു 10,000 ആനകൾ, തേരും ഔവണ്ണം 10,000 അതുപോലെ തേരുകളും 100,000 തുരകങ്ങളുമുണ്ട്. കുതിരകൾ 100,000 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കാൺമാൻ ഉഴറിനാർ. എല്ലാവരും അയോധ്യയിൽ നിന്ന് നന്ദിഗ്രാമത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാജനാരീജനം കൗസല്യാദേവിയും കൈകേയി ദേവിയും ഒക്കെ പല്ലക്കിലേറിക്കൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ അയോധ്യയുടെ ആ ഗോപുരത്തിലേക്ക്, രാജധാനി തുടങ്ങുന്ന അവിടേക്ക് വരികയാണ്. പാതുകം മൂർധനി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ഭഗവാന്റെ പാതുകം മൂർധാവിൽ വെച്ച് ഭരതനും കാൽനടയായിട്ട് നടന്നു തുടങ്ങി. ആദരവുൾക്കൊണ്ട് ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൻ അതുനേരം. അപ്പോഴതാ പൂർണ്ണചന്ദ്രാഭമാം, പൂർണ്ണചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. അപ്പോൾ അവിടെ വന്നു ചേർന്ന പൗരജനാദികളോട്, എല്ലാ ആളുകളോടും കുതൂഹലാൽ കൗതുകത്തോടുകൂടി മാരുതപുത്രൻ പറഞ്ഞാൻ അതുനേരം. ഹനുമാൻ പറഞ്ഞു, ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം, ബ്രഹ്മാവ് നിർമ്മിച്ച ആ പുഷ്പക വിമാനം തന്മേൽ അരവിന്ദനേത്രനും സീതയും. ആ പുഷ്പക വിമാനത്തിൽ കരേറി അതാ നമ്മുടെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യസമന്വിതം. കണ്ടുകൊള്ളുവിൻ പരമാനന്ദ വിഗ്രഹം. എല്ലാവരും കൺനിറയെ കാണൂ ശ്രീരാമചന്ദ്രനെ. പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാത ശബ്ദം, ആ ആരവം, ജനങ്ങളങ്ങനെ ആരവം കൊള്ളുകയാണ്. ഘനം അഭ്രദേശത്തോളം ഉത്പതിച്ചു ബലാൽ. ആളുകളുടെ ആ സന്തോഷാധിക്യം കൊണ്ടുള്ള ജയ ജയ ഘോഷം ആകാശത്തോളം അലയടിച്ചു എന്നാണ്. അഭ്രദേശത്തോളം. ബാലവൃദ്ധ സ്ത്രീ തരുണ വർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. ആ കോലാഹലത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ല. വാരണവാജീരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേ വരും. ആനപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ വന്നവർ ഭൂമിയിലിറങ്ങി ഭഗവാനെ വണങ്ങി. ചാരുവിമാന അഗ്രസംസ്ഥിതനാം ജഗത് കാരണഭൂതനെ കണ്ട് ഭരതനും മേരു മഹാഗിരി മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. സുമേരു പർവ്വതത്തിന്റെ മുകളിലായിട്ട് കത്തിജ്വലിക്കുന്ന സൂര്യനെ കണ്ടാൽ എങ്ങനെ വണങ്ങുമോ അതുപോലെ ശ്രീരാമചന്ദ്രനെ കണ്ടു വണങ്ങി ഭരതനും. ചിത്പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ മനോഗതം മനസ്സിലാക്കിയ പുഷ്പക വിമാനം താണു. ആനന്ദബാഷ്പം കലർന്ന് ഭരതനും സാനുജനായി വിമാനം കരയേറിയിടിനാൻ. അപ്പൊ അയോധ്യയിലേക്ക് ഇനിയും കുറച്ചു ദൂരം കൂടിയുണ്ട്. അവിടം വരെ വിമാനത്തിലാകാം എന്ന രീതിയിൽ ഭരതനും ശത്രുഘ്നനോടുകൂടെ പുഷ്പക വിമാനത്തിൽ കയറി. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനും ഉത്സംഗസീന്നി ചേർത്തിയിടിനാൻ. തന്റെ മടിയിലെടുത്തിരുത്തി എന്നാണ് പറയുന്നത്. കാലമനേകം കഴിഞ്ഞ് കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ.
ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. രണ്ടുപേരുടെയും തല തഴുകുന്നു, മുഖം തഴുകുന്നു. രണ്ടുപേരെയും ഇങ്ങനെ ഹർഷാശ്രുധാര കൊണ്ട്, ആനന്ദധാര ഇങ്ങനെ ഒഴുകി അവരുടെ മേൽ അതങ്ങനെ വീഴുകയാണ്. വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാൻ ആശു സൗമിത്രിയെ. ശത്രുഘ്നനും വണങ്ങിയിടിനാൻ ആദരാൽ. ശത്രുഘ്നന്റെ പൂർവജൻ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ, ലക്ഷ്മണൻ ഭരതന്റെ പദം വണങ്ങിനാൻ ആശു. അപ്പോൾ സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാൻ ആദരാൽ. മൂത്തവരെ ബഹുമാനിക്കുക. ആ രീതിയിലാണ് അവർ പരസ്പരം വണങ്ങുന്നത്. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. ജ്യേഷ്ഠത്തിയമ്മയുടെ കാലിൽ വീണു വണങ്ങി. സുഗ്രീവൻ, അംഗദൻ, ജാംബവാൻ, നീലനും ഉഗ്രനാം മൈന്ദൻ, വിവിധൻ, സുഷേണനും, താരൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, നളൻ, വീരൻ, വൃഷഭൻ, ശരഭൻ, പനസനും, ശൂരൻ, വിനതൻ, വികടൻ, ദധിമുഖൻ, ക്രൂരൻ, കുമുദൻ, ശതബലി, ദുർമുഖൻ, സാരനാകും വേഗദർശി, സുമുഖനും, ധീരനാകും ഗന്ധമാദനൻ, കേസരി, മറ്റുമേവം കപിനായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു. അവരെയും ഭരതൻ ഓരോരുത്തരെയായിട്ട് ഗാഠാലിംഗനം ചെയ്തു. ഇങ്ങനെ ചെയ്യണമെന്ന് മാരുതിയാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് മാരുതി വാച ഭരതകുമാരനും. അതുപോലെ പൂരുഷവേഷം ധരിച്ചാർ കപികളും. കവികളൊക്കെ മനുഷ്യവേഷം ധരിച്ചു എന്നാണ്. അങ്ങനെ പ്രീതിപൂർ കുശലം വിചാരിച്ച് അതിമോദം കലർന്നു വസിച്ചാരവർകളും. അവരൊക്കെ പരസ്പരം വിശേഷങ്ങൾ പറയുകയാണ്. സുഗ്രീവനെ കനിവോട് പുണർന്നഥ ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. സുഗ്രീവനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഭരതൻ. നൂനം ഭവത് സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. തീർച്ചയായും അങ്ങയുടെ സഹായത്താലാണല്ലോ എന്റെ ജ്യേഷ്ഠൻ ആ അഭിമാനിയായിട്ടുള്ള രാവണനെ വധിച്ചത്. 4 സുതന്മാർ ദശരഥ ഭൂപന് ഇക്കാലം 5ാമനായി ചമഞ്ഞു ഭവാൻ. ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾ 4 പേരാണ്, പക്ഷെ ഇനി മുതൽ അങ്ങ് ഞങ്ങൾക്കൊരു സഹോദരനാണ്, 5ാമനാണ്. പഞ്ചമഭ്രാത, ഞങ്ങളുടെ 5ാമത്തെ സഹോദരനായിട്ട് ഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറിയടോ. ആ കാര്യത്തിൽ സംശയം ഒട്ടുമില്ല. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൗസല്യാദേവി രാമനെ പുണർന്നപ്പോൾ മുല ചുരന്നു എന്നാണ് പറയുന്നത്. കൈകേയിയാകിയ മാതൃപാദത്തെയും കാകുസ്ഥനാശു സുമിത്രാ പദാബ്ജവും വന്ദിച്ചു. മറ്റുള്ള മാതൃജനത്തെയും കൈകേയിയെയും സുമിത്രയെയും വന്ദിച്ചു. ഒപ്പം ദശരഥന്റെ മറ്റ് ഭാര്യമാരെയും വന്ദിച്ചു. നന്ദിച്ചവരും അണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞ് പുണർന്നാരവർകളും. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു. മോദമുൾക്കൊണ്ട് പുണർന്നാരവർകളും. സുഗ്രീവനാദികളും തൊഴുതീടിനാർ. അഗ്രേ വിനീതയായി നിന്നിതു താരയും. ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ് തത് പാതുകാദ്വന്ദ്വവും ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ചേർത്തു. എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവച്ചു. ഇതേ സമയം ശ്രീരാമചന്ദ്രന്റെ ആ പാദാരവിന്ദങ്ങളിൽ ആ പാതുകങ്ങളെ വെച്ച് ഭരതൻ നമസ്കരിക്കുകയാണ്. പാലിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. എന്നിട്ട് പറഞ്ഞു, രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാ അദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ജ്യേഷ്ഠൻ മുൻപ് എനിക്ക് തന്ന ഈ രാജ്യം ഇതാ ഞാൻ തിരിച്ചങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് മജ്ജന്മം സഫലമായി വന്നിതു. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ധന്യനായേ നടിയൻ ഇന്ന് നിർണയം. ഇന്ന് മനോരഥമെല്ലാം സഫലമായി വന്നിതു. മത്കർമ്മ സാഫല്യവും പ്രഭു. ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തതിന് അതിന് ഫലപ്രാപ്തി വന്നിരിക്കുന്നു. മാത്രമല്ല ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. ഭരതൻ സന്യാസിയായിട്ടാണ് ഇരുന്നതെങ്കിലും രാജ്യഭാരമൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ചിരുന്നു. അതാണ് പറയുന്നത്, പണ്ടേതിൽ ഇന്ന് 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. നമ്മുടെ ഖജനാവിൽ പഴയതിലും 10 മടങ്ങാണ് ഇപ്പോൾ സമ്പാദ്യമുള്ളത്.
അതുപോലെ തന്നെ ആനയും തേരും കുതിരയും പാർത്തു കാണൂ ഊനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. ഇങ്ങനെ എല്ലാം കൊണ്ടും രാജ്യം ഐശ്വര്യത്തിലാണ്. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും. ജ്യേഷ്ഠ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സാധിച്ചത്. ത്യാജ്യമല്ലൊട്ടും ഭവാനാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും. ഇനി ഒരു ഒഴിവ് കഴിവും പറയരുത്. ത്യാജ്യമല്ല, ഇനി അങ്ങ് ഈ രാജ്യത്തെ ത്യജിക്കരുത്. ഭവാനാൽ അങ്ങയാൽ ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും, അങ്ങ് എല്ലാവരെയും സംരക്ഷിക്കണം. ഈ രാജ്യം, ഞങ്ങളെ, ഭുവനത്തെ, ഇവയെല്ലാം ഭവാൻ പാലനം ചെയ്യുക. ഇനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെയൊക്കെ ഏറ്റെടുക്കണം എന്ന് ഭരതൻ പറയുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.